ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമൂച്ചീസ്. വളരെ ഡിഫറൻ്റായ രീതിയിൽ ഒരു ഉരുളക്കിഴങ്ങ് കറിയാണ് ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത്. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഒരു 10 മിനിറ്റ് പോലും വേണ്ട ഈ കറി തയ്യാറാക്കിയെടുക്കുന്നതിന്. അതുപോലെ തന്നെ അതിൻ്റെ ടേസ്റ്റ് ആണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. ഇത് നമുക്ക് ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും പൊറോട്ടയുടെയും ഇടിയപ്പത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ലൊരു കറിയാണ്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ഉരുളക്കിഴങ്ങ്, ഒരു 10-12 അണ്ടിപ്പരിപ്പ്, 4 പച്ചമുളക്. ഇനി പച്ചമുളകിൻ്റെയൊക്കെ എണ്ണ നമ്മുടെ എരിവിനനുസരിച്ച് കൂട്ടാം. ഇനി നല്ല എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 2 അല്ലെങ്കിൽ 3 ചേർത്താൽ മതി. അതല്ല എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം. വേറെ മുളകൊന്നും ഞാൻ ചേർക്കുന്നില്ല. മുളക് പൊടിയോ കുരുമുളക് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. ഈ പച്ചമുളക് മാത്രമാണ് ഇതിനകത്തേക്ക് ചേർക്കുന്നത്. പിന്നെ 2 സ്പൂണ് തൈര്, അല്പം മല്ലിയില. ആദ്യം നമുക്ക് ഉരുളക്കിഴങ്ങൊന്ന് വേവിച്ചെടുക്കണം. അതിനുശേഷം ഈ അണ്ടിപ്പരിപ്പും പച്ചമുളക്, മല്ലിയില, തൈരും ചേർത്തിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. ഈ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള ഉരുളക്കിഴങ്ങ് കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങെല്ലാം ഞാൻ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിലേക്ക് ഇട്ട് അത് വേകാനുള്ള വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് വേകുന്നതിനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒത്തിരി വെള്ളം വേണ്ട. ഇതുപോലുള്ള ഒരു ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ പച്ചമുളകും മല്ലിയിലേക്ക് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. പിന്നെ ഒരു മിക്സിയുടെ ജാറെടുത്ത് വയ്ക്കുക. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 4 പച്ചമുളക് അതിട്ട് കൊടുക്കുക. കുറച്ച് മല്ലിയില എടുത്തിരുന്ന് അതും കൂടെ വെച്ച് കൊടുക്കുക. ഇതുപോലെ 2 സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കണം. 2 സ്പൂണ് തൈര്, എടുത്തു വെച്ചിരുന്ന അണ്ടിപ്പരിപ്പ്, ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. മല്ലിയിലയും പച്ചമുളകും അണ്ടിപ്പരിപ്പൊക്കെ കൂടെ തൈരൊക്കെ കൂടെ ഏതാണ്ട് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഉരുളക്കിഴങ്ങ് വെന്തോന്ന് നോക്കാം. ഉരുളക്കിഴങ്ങ് കൂടെ വെന്തിട്ടുണ്ട്. ഇതിനാവശ്യമായ ഉപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി തയ്യാറാക്കുന്നതിന് ഒരു പാത്രം എടുത്ത് വയ്ക്കുക. ഒരു ചെറിയ കഷ്ണം ബട്ടറാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുന്നത്. അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. പൊട്ടറ്റോ കറിക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഒറിഗാനോയാണ്. അത് ഞാനിവിടെ ഒരു 1/2 സ്പൂണോളം ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/2 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നു. അതൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഈ മഞ്ഞൾപ്പൊടി ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേനും അതിനകത്തേക്ക് നമുക്ക് നമ്മളിവിടെ അരച്ച് വെച്ചിരിക്കുന്ന മല്ലിയിലയും അണ്ടിപ്പരിപ്പൊക്കെ പച്ചമുളകൊക്കെ ചേർത്ത് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. തീ അല്പം കുറച്ച് കൊടുക്കുക. ഇത് നന്നായിട്ട് വരട്ടിയെടുക്കണം. ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉരുളക്കിഴങ്ങ് വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്താണ്. അതിനനുസരിച്ച് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കുക. അതിലിവിടെ ഒന്ന് ചെറുതായിട്ട് മൂത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ ആ മിക്സിയുടെ കഴുകിയ വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഉടഞ്ഞു പോകരുത്. ഉടയാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പൊക്കെ ഉണ്ടെന്ന് നോക്കണം. ഉപ്പും എരിവും ഒക്കെ കറക്റ്റായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുക. ഇതുപോലെ ഒരു 1/2 സ്പൂണ് ഗരം മസാല. വീണ്ടും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു 2 മിനിറ്റ് വരെ ഒന്ന് അടച്ചു വയ്ക്കുക. കറി റെഡിയായോ നോക്കാം. ഇവിടെ കറി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ പൊട്ടറ്റോ കറി ഇവിടെ റെഡിയായി. കണ്ട ഒരു 10 മിനിറ്റ് പോലും വേണ്ട തയ്യാറാക്കി എടുക്കാനായിട്ട്. അടിപൊളി ടേസ്റ്റാണ്. നമുക്കിതൊരു വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കണം. പറ്റുമെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അടുത്തൊരു പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്